ജാസ്മിൻ അർജുനെക്കാട്ടി ബെറ്റർ ആണോ ജാസ്മിൻ? പക്ഷെ പലരും പറയണ അർജുന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നില്ല. ബിഗ് ബോസ് ഇപ്പൊ അവസാന ഘട്ടത്തിലേക്ക് കടന്നോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിലിപ്പോ ഞാൻ 2 പേര് പറയാം, നടന്നോ? അർജുൻ അതേപോലെ തന്നെ ജാസ്മിൻ. പേര് ജാസ്മിൻ അർജുനെക്കാട്ടി ബെറ്റർ ആണോ ജാസ്മിൻ? കാരണം ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? എല്ലാരും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. പക്ഷെ പലരും പറയണ അർജുന ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് തോന്നുന്നില്ല. ഇപ്പൊ ജാസ്മിന് പേഴ്സണാലിറ്റി ഉണ്ട്. ജാസ്മിൻ പേഴ്സണാലിറ്റി വൈസ് ജാസ്മിനേക്കാൾ ബെറ്റർ ആണോ? അർജുൻ അല്ല, ജാസ്മിൻ അല്ല, അർജുന്റെ പേഴ്സണാലിറ്റി ബെറ്റർ ആണ് ജാസ്മിന്റെ പേഴ്സണാലിറ്റി. പക്ഷെ അവൾക്ക് കുറെ ഫാൻസും അവൾ ഇടക്ക് പറയുന്ന പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. അതുകൊണ്ടിട്ട് ജാസ്മിൻ ജയിക്കുമായിരിക്കും തോന്നുന്നു. അതായത് അർജുൻ അല്ലെങ്കിൽ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ജാസ്മിനെ പിക്ക് ചെയ്യുള്ളൂ. ഓക്കെ, കാണാറുണ്ടോ? കാണാം. ഇതേ ചോദ്യം തന്നെ. അതായത് ഞാൻ ചോദിക്കണ അർജുൻ അതേപോലെ തന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആരെ പിക്ക് ചെയ്യും? അഫ്കോഴ്സ് ജാസ്മിൻ തന്നെ. കാരണം നന്നായിട്ട് കളിക്കാൻ അറിയാം, സ്വന്തമായിട്ടുള്ള നിലപാടാണ്, ഡിപ്പെൻഡഡ് അല്ല. ജാസ്മിൻ ഇതുവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഗബ്രിയെയും അതേപോലെ പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ജാസ്മിനെ ഡിപ്പെൻഡ് ചെയ്ത ആൾക്കാരെ എന്താണ് ഗബ്രിയും അതേപോലെ തന്നെ റസ്മിനും, അവർ 2 ആൾ ഔട്ടായി പോയി. ജാസ്മിന്റെ കൂടെ നിന്നിട്ട് നെഗറ്റീവ് ആയതല്ലേ? അല്ല, വ്യക്തി ഔട്ട് ആവണമെന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാൻ അർജുനെക്കാട്ടും ബെറ്റർ ആണോ പേഴ്സണാലിറ്റി വൈസ് എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ പ്ലേ നന്നായിട്ട് പ്ലേ ചെയ്യുന്നുണ്ട്. ഒരു ബിഗ് ബോസ് മെറ്റീരിയലിനെ ഉദ്ദേശിച്ചിട്ടാണ് ജാസ്മിൻ എന്ന് പറയുന്നത്. ക്യാരക്ടർ പേഴ്സണാലിറ്റി വെച്ചിട്ട് ആരെ പറയുമ്പോ എനിക്കൊന്ന് ഋഷിയാണെന്ന് തോന്നുന്നു പേഴ്സണാലിറ്റി. അല്ല, ഞാൻ ഈ 2 പേരിലും അത് 2 പേര് രണ്ടിനെയും പറയാൻ പറ്റില്ല പേഴ്സണാലിറ്റി വൈസ്. ഓക്കെ, തോന്നിട്ടില്ല. ഞാൻ 2 ആൾക്കാരെ കണ്ടസ്റ്റന്റിന്റെ പേര് പറയാം, അതിൽ ഒരെണ്ണം ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഓരോരുത്തരോട് ചോദിക്കാം. ഇപ്പൊ ഞാൻ ജാസ്മിൻ അതേപോലെ അർജുൻ എന്ന് പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? ഞാൻ ജാസ്മിൻ അതേപോലെ തന്നെ അർജുൻ. ജാസ്മിൻ അല്ലെങ്കിൽ അർജുൻ എന്ന് പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? കാരണം രണ്ടുപേരും ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ട്. ചൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ജാസ്മിനെ ചൂസ് ചെയ്യുന്നുള്ളൂ. രണ്ടുപേരും നല്ല ഗെയിമേഴ്സ് ആണ്. പക്ഷെ പലരും പറഞ്ഞ അർജുൻ പേഴ്സണാലിറ്റി വൈസ് അർജുൻ ഓക്കെയാണ്, പക്ഷെ ഗെയിം വെച്ചിട്ടാണെങ്കിൽ കണ്ടന്റ് വൈസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ജാസ്മിനെ മാത്രമേ പറയുള്ളൂ. കണ്ടന്റ് ജാസ്മിനാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. അർജുൻ കുറച്ച് സൈലന്റ് ആണ്, പക്ഷെ ഗെയിം നന്നായിട്ട് കളിക്കാറുണ്ട്. ടാസ്ക് ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ടാസ്ക് ആണെങ്കിലും ജാസ്മിനും അർജുനും കൂടെ അല്ല ടിക്കറ്റ് ഫിനാലെ നന്നായിട്ട് പ്ലേ ചെയ്യും. അപ്പൊ പേഴ്സണാലിറ്റി വൈസ് ആരെ പറയാ? പേഴ്സണാലിറ്റി കുറച്ചുകൂടെ അർജുനാന്ന് തോന്നുന്നു. അർജുനെ കമ്പയർ ചെയ്യുമ്പോൾ ജാസ്മിനാണ് കൂടുതൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പേഴ്സണാലിറ്റി വൈസ് ആരെ പറയും? പേഴ്സണാലിറ്റി ആണെങ്കിലും ഗബ്രി പോയപ്പോൾ ജാസ്മിൻ ഒരുപാട് മാറിയിട്ടുണ്ട്. രണ്ടുപേരും ബിഗ് ബോസ് അവസാന ഘട്ടത്തിലേക്ക് കടന്നോണ്ടിരിക്കണല്ലോ. അപ്പൊ അവിടുത്തെ 2 കണ്ടസ്റ്റന്റിന്റെ പേര് പറയാം, അതിൽ ഒരെണ്ണേ ചൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ അർജുൻ അതേപോലെ തന്നെ ജാസ്മിൻ എന്ന് പറഞ്ഞാൽ ആരെ ചൂസ് ചെയ്യും? അർജുനെ ചൂസ് ചെയ്യും. കാരണം അർജുന എനിക്ക് അത്ര ജാസ്മിൻ കുറെ കറപറയെന്ന് പറഞ്ഞ സംസാരിക്കുന്നോണ്ട് ഇത്ര ഇതായിട്ടുള്ളത്. മറ്റൊരു സൈലന്റ് ആണെങ്കിലും അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരെല്ലാം ക്ലാരിറ്റി, വ്യക്തതയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജാസ്മിൻ അത്ര വ്യക്തത വെച്ചാല് അവള് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ തെറ്റായിരുന്നു, നേരത്തെ തുടങ്ങി തെറ്റായിരുന്നു. പിന്നെ അതൊന്നും മൂടി വെച്ചുകൊണ്ട് വലിയ ആളായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പൊ അർജുനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. വിജയിക്കണം എന്ന് ആഗ്രഹമുള്ളത് അർജുന. കളിക്കണ പുള്ളി കാര്യങ്ങൾ അവർ പറയുന്നുണ്ടെങ്കിലും ഫുള്ളോച്ചിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും അർജുനാണ് പുള്ളി. 2 പേര് ആൾക്കാരെ കണ്ടസ്റ്റന്റിന്റെ പേര് പറഞ്ഞ ഒരെണ്ണം പിക്ക് ചെയ്യാം. ഞാൻ പറയണ പേര് അർജുനും അതേപോലെ തന്നെ ജാസ്മിൻ. അതിൽ ആരോ പിക്ക് ചെയ്യാൻ? ഞാൻ കാരണം എന്ന് വെച്ചാലെങ്കിൽ കാരണമെന്ന് വെച്ചാൽ എന്താ, ആ ചേട്ടനെ പറ്റി അങ്ങനെ കമ്മിസ് ഒന്നും ഞാൻ അങ്ങനെ കൂടുതലായിട്ട് കേട്ടിട്ടൊന്നുമില്ല. എനിക്കിഷ്ടമാണ്, അത്രേ ഉള്ളൂ. അല്ല, ജാസ്മിന് ഇഷ്ടമില്ലാണ്ടിരിക്കാൻ കാരണം? ജാസ്മിന് ഇഷ്ടമെന്ന് വെച്ചാൽ ആ പെണ്ണ് എപ്പോഴും റൂഡായിട്ട് സംസാരിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവരായിട്ടും അങ്ങനെ നല്ല സ്നേഹത്തോടെ സംസാരിക്കുക അങ്ങനെയൊന്നും ഉള്ള രീതി കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു 2 പേരും പാവമായിരിക്കും. എനിക്കറിയത്തില്ല, അവരുടെ ക്യാരക്ടറെ പറ്റിയൊന്നും എനിക്കറിയില്ല. പക്ഷെ എന്തായാലും കൊള്ളാം. എനിക്ക് അർജുൻ ചേട്ടനെയാണ് ഇഷ്ടം.
ഇഷ്ടം.